അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും മദ്രസാഗയുടെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് 5ലെ അഖ്ലാഖ് വിഷയത്തിൽ നിന്ന് പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇതിനു മുമ്പ് ധാരാളം മോഡൽ ചോദ്യങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കിട്ടാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ 5ലെ എല്ലാ വിഷയങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത മോഡൽ ക്വിസ് ഉണ്ട്. അതും ഇതുവരെയും അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് madrasa.guide എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പച്ച ഐക്കണിൽ വരുന്ന ഈ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ ഫസ്റ്റ് മുകളിൽ കാണാം ക്വിസ് ബുർഹാൻ എന്ന്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് സെലക്ട് ചെയ്ത് അതിൽ വിഷയം സെലക്ട് ചെയ്ത് ഓരോ ക്വിസും ചെയ്ത് നോക്കാവുന്നതാണ്. ക്വിസ് ചെയ്ത് നോക്കുമ്പോൾ ആദ്യ കോളത്തിൽ പേരും രണ്ടാമത്തെ കോളത്തിൽ റോൾ നമ്പറുമാണ് കൊടുക്കേണ്ടത്. ശേഷം സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷനുകളായിരിക്കും. ശരിയായ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടും. ഇപ്രകാരം ഓരോ പാഠങ്ങൾ സെപ്പറേറ്റ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. പാദവാർഷിക പരീക്ഷയ്ക്ക് പ്രത്യേകമായിട്ട് വേറൊരു ക്വിസും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യ പ്രവർത്തനം ചേർത്തെഴുതാം എന്നുള്ളതാണ്. നമുക്ക് താഴെ ഭാഗത്ത് കുറേ വരികൾ തന്നിട്ടുണ്ട്. ഇതിന് യോജിച്ചത് മുകളിലെ ഈ ബ്രാക്കറ്റിൽ ഉണ്ടാകും. അത് താഴേക്ക് എഴുതി കൊടുക്കണം. അതാണ് പ്രവർത്തനം. ഓരോന്നും നോക്കാം. ഒന്നാമത്തേത് സൽസ്വഭാവത്തിൽപ്പെട്ടതാണ്. സൽസ്വഭാവത്തിൽപ്പെട്ട ഒരു കാര്യം മുകളിലുണ്ട്. അതേതാണ് എന്ന് നോക്കിയിട്ട് താഴേക്ക് എഴുതിയെടുക്കുക. മുകളിലുണ്ട് പാപങ്ങൾ വെടിയുക എന്നതാണ് സൽസ്വഭാവത്തിൽ പെട്ട കാര്യം. അതിങ്ങോട്ട് എടുത്ത് എഴുതാം. ഇനി അടുത്ത ചോദ്യം ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ ഡാഷ്. അതിന് യോജിച്ചതോ മുകളിൽ തന്നെ ഉണ്ട് മൻ ദസ്സാഹ. അതാണ് ഇങ്ങോട്ട് എടുത്ത് എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം ശപിക്കൽ. ശപിക്കുക എന്നത് ഏതിൽപ്പെട്ട കാര്യമാണ്? ബ്രാക്കറ്റിൽ കാണാം നാവിൻ്റെ ദോഷങ്ങൾ. ശപിക്കുക എന്നത് നാവിൻ്റെ ദോഷങ്ങളിൽപ്പെട്ട കാര്യമാണ്. 4 ഖൽബിനെ രോഗം വരാതെ സൂക്ഷിക്കൽ കൊണ്ട് ഡാഷ്. ഖൽബിനെ രോഗം വരാതെ സൂക്ഷിക്കൽ കൊണ്ട് നമുക്ക് എന്ത് കഴിയും? വിജയിക്കാൻ കഴിയും. ഇതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ എന്ത് ചെയ്യുക? അത് ഇങ്ങോട്ട് എടുത്തെഴുതണം. 5 ഓരോരുത്തരുടെയും സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡാഷ്. യോജിച്ചത് വിലയിരുത്തുന്നത്. ഓരോരുത്തരെയും വിലയിരുത്തുന്നത് അവരുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അടുത്ത പ്രവർത്തനമാണ് ഇനി നോക്കാൻ പോകുന്നത്. 4 വീതം എഴുതുക. 1 സൽസ്വഭാവത്തിൽപ്പെട്ടത്. സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് 4 എഴുതാം. 1 നന്മ അധികരിപ്പിക്കുക. 2 നല്ല വാക്ക് പറയുക. 3 സംസാരം കുറക്കുക. 4 നന്ദി ഉള്ളവനാവുക. 5 സത്യസന്ധത. ഇതിലേതെങ്കിലും 4. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് മനസ്സിനുണ്ടാകുന്ന അസുഖങ്ങൾ, നമ്മുടെ ഖൽബിൻ്റെ രോഗങ്ങൾ. അതിൽപ്പെട്ടതാണ് അസൂയ, അഹങ്കാരം, അത്യാഗ്രഹം, കോപം, ദുശ്ചിന്ത, ലോകമാന്യം, പൊങ്ങച്ചം. ഇങ്ങനെ 7 നമ്മൾ ആ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. 3ാമത്തെ പാഠത്തിലാണ് ഖൽബിൻ്റെ രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്. ഇനി അടുത്തത് പൂർത്തിയാക്കുക എന്നതാണ്. അതുപോലെ അർത്ഥം എഴുതുക. ആദ്യം പൂർത്തിയാക്കി അതിൻ്റെ അർത്ഥം എഴുതി കൊടുക്കണം. ഖദ് അഫ്ലഹ ഡാഷ് ദസ്സാഹ. അത് പൂരിപ്പിക്കുക. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്നതാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കുന്നുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിശ്ചയം ഖൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു, അതിനെ ദോഷം കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു എന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം പറയുക എന്നുള്ള പ്രവർത്തനമാണ്. നമുക്ക് ഓരോ ചോദ്യം വായിക്കാം. 1 മനുഷ്യരുടെ
മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് എന്താണ്? ഏതാണ്? നാവ്. മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്ന അവയവം അത് നാവാണ്. ഇനി അടുത്ത ചോദ്യം, ഖൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് എന്തെല്ലാം? കുറേ കാര്യങ്ങൾ നമ്മളതിൽ പഠിക്കുന്നുണ്ട് 3-ാമത്തെ പാഠത്തിൽ. 1. ഇൽമ് പഠിക്കുക, നല്ലവരുമായി കൂട്ടുകൂടുക, ആരാധനാ കർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഖൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്നുകളിൽ പെട്ടതാണ്. ഇനി അടുത്ത ചോദ്യം, സൽസ്വഭാവികളെ കൂട്ടുകാരാക്കണം എന്തിന്? അതിൻ്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, 4-ാമത്തതിൽ 4-ൽ 4 എന്നിട്ടിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. 1. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഡാഷ്. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി എന്നാണ്. അതിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. അല്ലാഹുവേ, എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവം നന്നാക്കണമേ. ഇതാര് ദുആ ചെയ്തതാണ്? നബി തങ്ങൾ ദുആ ചെയ്തതാണ്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചോദിക്കുക. ഈ രൂപത്തിൽ തന്നെ ആവണം എന്നില്ല, ഇത് ആര് പറഞ്ഞു എന്നും വരാം. 2. മൻ യളുമല്ലി മാ ബൈന ലഹിയൈഹി വ മാ ബൈന റിജ്ലൈഹി ഡാഷ് അള്ളുമൻ ലഹുൽ ജന്ന. 3. പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും ഡാഷ്. പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാക്കുന്ന മാനസികാവസ്ഥയാണ് സൽസ്വഭാവം. ഇനി നമുക്ക് കള്ളിയിലെ പദങ്ങൾ കണ്ടെത്താം. നമ്മൾ പാഠത്ത് പഠിച്ച കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. 1. ലോകമാന്യം, അല്ലേ? മനസ്സിൻ്റെ രോഗങ്ങളിൽപ്പെട്ടതാണ് ലോകമാന്യം. അതുപോലെ അസൂയ. മറ്റൊന്ന് ഇവിടെ കാണാം, കോപം. മറ്റൊന്ന് ഇങ്ങനെ കാണാം, കിബിർ. മറ്റൊന്ന് ദുശ്ചിന്ത. എവിടെ കാണാം? ഇനി ഇതിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ അഖ്ലാഖിൻ്റെ ചോദ്യങ്ങൾ അവസാനിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.